പക്ഷേ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ വേണം, വധശിക്ഷ തന്നെ നടപ്പാക്കണം. അതായത് ഒരു മൃതദേഹത്തോട് ഇത്രമാത്രം അനാദരവും ക്രൂരതയും കാണിച്ചതിന് വധശിക്ഷയ്ക്കപ്പുറം മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന ശ്രീജിത്ത് പണിക്കർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇതേ വാദം തന്നെയാണ് മുൻ ജസ്റ്റിസ് കമാൽ പാഷയും പറയുന്നത്. മൃതദേഹത്തോട് കാണിച്ച അനാദരവ് മാത്രമല്ല, നിമിഷപ്രിയ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു വലിയ വിഭാഗം നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുമുണ്ട്. എൻ്റെ ചോദ്യം, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും, എന്താണ് തർക്കമുള്ളത്? പക്ഷേ ഈ കുറ്റം പോലെ പ്രധാനമാണ് കുറ്റം ചെയ്യാനിടയായ സാഹചര്യം. ഈ രണ്ടുപേരോടും ആദരപൂർവ്വം എനിക്ക് ഈ കാര്യത്തിൽ വിയോജിക്കാതെ വയ്യ. ഒന്നാമത്തെ കാര്യം, ഇവർ കുറ്റം ചെയ്ത സാഹചര്യം പരിഗണിച്ചിട്ടില്ല. രണ്ട്, കൊന്നു എന്ന് മാത്രമല്ല മൃതദേഹത്തോട് വളരെ ക്രൂരമായി പെരുമാറി എന്നതാണ് വലിയ കുറ്റമായിട്ട് കാണുന്നത്. രണ്ടുപേരും സംസാരിക്കുന്നത് ഇന്ത്യയിലെ സുരക്ഷിതമായൊരു ജനാധിപത്യ സംവിധാനത്തിലെ നീതിന്യായ സംവിധാനത്തിൽ അകത്തിരുന്നുകൊണ്ടാണ്. അത് ജസ്റ്റിസ് കമാൽ പാഷയാണെങ്കിൽ നീതിന്യായ പീഠത്തിന് അകത്തിരുന്നുകൊണ്ടാണ്. ശ്രീജിത്ത് പണിക്കർ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലിരുന്നു കൊണ്ട് അതിനെ പുറത്ത് നിരീക്ഷിക്കുകയാണ്. അറേബ്യൻ ഭരണകൂടത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അറേബ്യൻ നിയമവ്യവസ്ഥയുടെ ഒരു അപകടം അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും അവിടുത്തെ വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കണം. അറേബ്യയെ അറിഞ്ഞുകൂടാത്താണ്. ഒരു കുഴപ്പം. ഇപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഒന്ന്, ഓവർഡോസ് കൊടുത്ത് കൊന്നില്ലേ? സത്യത്തിൽ ഓവർഡോസ് കൊടുത്തതല്ല അത്. ആ കുട്ടിയുടെ പണി നേഴ്സാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ആളുകളെ ബോധം കെടുത്തുന്നത് എന്ന പണി നേഴ്സിൻ്റേതല്ല. അത്തരം മരുന്ന് കുത്തിവെക്കുന്ന ഡോക്ടേഴ്സാണ്. ആ മരുന്ന് അനധികൃതമായിട്ട് എടുത്തിട്ട് നിവൃത്തി കേടുകൊണ്ട് ഇവൾ കുത്തിവെക്കുകയാണ്. അതിൻ്റെ ഡോസ് ആ കുട്ടി പഠിച്ചിരിക്കണം എന്നില്ല, അവരുടെ പണിയല്ല അത്. അപ്പോൾ ഡോസ് കൂടിപ്പോയി, മരിക്കുന്നത് യമനാണ്, അറേബ്യയിലാണ്. നമ്മൾ പറയുന്ന പോലെ ശരീഅത്താണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ട് ഇവരൊക്കെ. മരിച്ചു പോയാൽ അതിന് ഉത്തരവാദി ഞാനാണ്, അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് നിയമത്തിൻ്റെ മുമ്പിൽ പോയി പറഞ്ഞാൽ രക്ഷപ്പെടുന്നൊരു വ്യവസ്ഥയല്ല. കൊന്നത് ശരിയാണ് എന്ന് ഏറ്റു പറഞ്ഞാൽ അതാണ്. കുറ്റസമ്മതം നടത്തിയല്ലോ എന്നാ. ഇനിയിപ്പോൾ കുറ്റസമ്മതം നടത്തിയില്ല. ലോകത്തിലെ ഏത് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി പ്രതിയോട് ചോദിക്കാറുണ്ടല്ലോ, കുറ്റം ചെയ്തിട്ടുണ്ടോ? ഒരു പ്രതിയും ഇന്നുവരെ ഞാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതി വെറുതെ വിടുമോ? അപ്പോൾ നിമിഷപ്രിയ കുറ്റം നിഷേധിച്ചിരുന്നെങ്കിൽ പോലും വെറുതെ വിടൂല. കാരണം എല്ലാ തെളിവുകളും അവരുടെ കോടതിയുടെ മുമ്പിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, സത്യമാണ്. അവർ പറഞ്ഞില്ലെങ്കിലും കോടതിക്ക് തെളിഞ്ഞതാണ്, അത് സമ്മതിച്ചു. പിന്നെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഏതായാലും തെറ്റുപറ്റിപ്പോയി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടിയല്ല. അവർക്ക് ഈ അറേബ്യൻ സിസ്റ്റം പ്രകാരം അവരുടെ പാസ്പോർട്ട്, അവരുടെ ബാങ്ക് അക്കൗണ്ട്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവനും അവിടെ പെട്ടുപോയതാണ്. മാത്രമല്ല അവർ ഭാര്യയാണ് എന്നതിൻ്റെ രേഖകളും ഇയാളുടെ കയ്യിലുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. രക്ഷപ്പെടാൻ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ഈ യമനി വിശ്വാസപ്രകാരം ഇതൊന്നും ആത്മരക്ഷയല്ല, അതൊന്നും കുറ്റമല്ലല്ലോ. എൻ്റെ പാസ്പോർട്ട് ഒരു യമനി പൗരൻ തടഞ്ഞു വെക്കുന്നത്, കസ്റ്റഡിയിൽ വെക്കുന്നത് ആ രാജ്യത്ത് കുറ്റമല്ല, അത് ഇവൾക്ക് ഒഫൻസാണ്. എൻ്റെ ഭാര്യയാക്കി രേഖയുണ്ടാക്കി കഴിഞ്ഞാൽ അവളോട് എന്തും ചെയ്യാവുന്നത് ആ രാജ്യത്ത് നിയമാനുസൃതമാണ്, നമുക്കത് ഒഫൻസാണ്. ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം കാണുന്നില്ല ഇവർ. അതാണ് അതിൻ്റെ പ്രശ്നം. എന്തായാലും ഇനിയിപ്പോൾ കൊല്ലപ്പെട്ടു, അയാൾ കൊല്ലപ്പെട്ടു എന്ന് കണക്കാക്കിയപ്പോൾ മൃതദേഹത്തോട് മോശമായി പെരുമാറി. ശ്രീജിത്ത് പണിക്കരും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് കുറ്റസമ്മതം നടത്തിയാൽ വെറുതെ വിടുന്ന കോടതിയല്ല. ഒരു കോടതിയും വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ കുറ്റം അപ്പോഴും പറയില്ലേ, കുറ്റത്തിന് ശിക്ഷയില്ലേ, അവളല്ലേ കൊന്നതെന്ന് പറയില്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സർവോപരി അവളൊരു അമ്മയാണ്, അവളുടെ നാട്ടിലുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവിടുന്ന് പോരണം എന്നല്ലേ ആഗ്രഹം. ഈ കുറ്റസമ്മതം നടത്തിയിട്ട് പോലീസിൻ്റെ മുമ്പിൽ കീഴടങ്ങിയാൽ ഈ ജന്മം അവൾ രക്ഷപ്പെടില്ല. കൊലയ്ക്ക് കൊലയാണ്, തീർച്ചയായിട്ടും കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അവൾ പോയില്ല, അവൾ എങ്ങനെ കുറ്റസമ്മതം നടത്താൻ പോവുക? പിന്നെന്താ വഴി? കൊന്നു എന്നതിൻ്റെ തെളിവ് നശിപ്പിക്കുക. അതിനുള്ള വഴിയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. വളരെ റഫായ വഴിയാണ്, വളരെ എന്താ പറയുക, ബാലിശമായ വഴിയാണ് തിരഞ്ഞെടുത്തത്. വേറെ വഴിയൊന്നും അവിടുത്തെ അവരുടെ മുമ്പിൽ വേറെ വഴിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് ഹോസ്പിറ്റലാണ്, അതിൻ്റെ ഒരു സ്വകാര്യതയുണ്ട്. അവിടെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അങ്ങനെ എടുത്തുകൊണ്ട് ഈ രണ്ട് പാവം പെണ്ണുങ്ങളാണ്, അവർ രണ്ടുപേരും എടുത്തുകൊണ്ടുപോകാനും പറ്റില്ല.
അവർക്ക് വണ്ടിയില്ല, വണ്ടി പോലും ഇദ്ദേഹത്തിന് എല്ലാം ഇയാളുടെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വരുമ്പോൾ ആ ഡെഡ് ബോഡിയെ എങ്ങനെയെങ്കിലും ഖണ്ഡിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. പിന്നെ ടാങ്കിൽ കൊണ്ടിട്ടു, ആളുകൾ വെള്ളം കുടിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ക്രൈം നമ്മൾ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റി ചെയ്തു പോയാൽ അത് ഡിസ്പോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായും മനുഷ്യൻ പെട്ടെന്ന് കണ്ടുകിട്ടാനിടയില്ലാത്ത, ഏറ്റവും ചുരുങ്ങിയത് ആ പാസ്പോർട്ട് കിട്ടിയിട്ട് നാട്ടിലെത്താനുള്ള സമയമെങ്കിലും ഇന്ത്യയിലെത്തിയാൽ രക്ഷപ്പെടുന്നുള്ള വ്യാമോഹം, പ്രതീക്ഷ, അതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ കുട്ടിയെ ഈ സമയത്ത് മരണത്തിന് വേണ്ടി അവർ നിലവിളിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ന്യായം കണ്ടെത്തിയിട്ട് അവളെ എത്രയും വേഗം കൊല്ലുക എന്ന് ആർത്ത് വിളിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ഇന്ത്യയിലായിരുന്നെങ്കിൽ നമ്മളിത് ചെയ്യുമായിരുന്നു. ഇന്ത്യക്കാരി ആയതുകൊണ്ടാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. മലയാളി ആയതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന സെൻറ്റിമെൻറ്റ്സ് ആണെന്നൊക്കെയാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ യു പിയിലെ ഒരു കുട്ടിയെ UAE കൊന്നില്ലേ? നമ്മൾ അവർക്ക് വേണ്ടി ഇതേ നിലപാടാണ്. ഒന്ന് കഴിയുമെങ്കിൽ വധശിക്ഷ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ എപ്പോഴാണ് വധശിക്ഷ നമ്മൾ അനുകൂലിക്കുന്നത്? ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കുക, ഒരു രാജ്യത്തെ ഒറ്റിക്കൊടുക്കുക, രാജ്യത്ത് കടന്ന് നുഴഞ്ഞു കയറുക, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഒക്കെ ഉണ്ട്, കണ്ടാൽ വെടിവെക്കാം, നമ്മൾ ആരെയും വിചാരണയോ അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിലല്ലാതെ ഒരു വ്യക്തി അനുഷ്ഠിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീവന് ജീവൻ, ഒരു ജീവൻ എടുത്തു അവൾ ചെയ്ത തെറ്റ്, അതിന് പകരം അവളുടെ ജീവൻ ഭരണകൂടം എടുക്കുന്നത് ന്യായമാണെന്ന് വധശിക്ഷയെ ന്യായീകരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ആ കുടുംബത്തിനൊരു ന്യായമില്ലേ മാഷെ? ആ കുടുംബത്തിനൊരു നീതി വേണ്ടേ? ഈ ഇപ്പോൾ തലാൽ എന്ന് പറയുന്ന ആള് അത്ര നല്ല ആളൊന്നും അല്ല എന്നാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്കറിയില്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ പ്രസവിച്ച ഒരു അമ്മയുണ്ട്, അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. ഇപ്പോൾ മറ്റൊരു രാജ്യത്ത്, യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു പിന്നെ ശരീഅത്ത് നിയമവും ഖുറാനിലെ വചനങ്ങളും ഒക്കെയാണ് അവിടെ പിന്നെ നിൽക്കുന്നത്. അതനുസരിച്ചാണ് അവിടുത്തെ നിയമങ്ങളെല്ലാം പോകുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് നിമിഷപ്രിയോട് തോന്നുന്ന അതേ ഒരു സ്നേഹം തലാലിൻ്റെ ഉമ്മയോടും നമുക്ക് തോന്നണ്ടേ? സംശയമൊന്നുമില്ല. പക്ഷെ തലാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞതാണല്ലോ കുറ്റകൃത്യം. അപ്പോൾ അതുകൊണ്ട് അതിനർത്ഥം എന്താണ്? ഇനിയിപ്പോൾ തലാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പകരം നിമിഷയെ കൊല്ലണമെന്നാണോ അവരുടെ പക്ഷത്ത് നിന്ന് നമ്മൾ വാദിക്കേണ്ടത്? അല്ല, നിമിഷയ്ക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം തീർച്ചയായിട്ടും. മാത്രമല്ല ആ ശിക്ഷയിൽ നിന്ന് അവർക്ക് മനസാന്തരം ഉണ്ടായി പിന്നീട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടാക്കണം. അതാണല്ലോ വേണ്ടത്. തലാലിന്റെ കുടുംബത്തിനും അതല്ലേ നല്ലത്? അവർക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ കാരുണ്യം അതല്ലേ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. ദിയാ പോലും വാങ്ങാതെ, എന്ന് വെച്ചാൽ ബ്ലഡ് മണി പോലും വാങ്ങാതെ മാപ്പ് കൊടുക്കുന്ന അറബ് കുടുംബങ്ങൾ എത്രയോ ഉണ്ട്. ഇനി അറേബ്യയിൽ ഇത് ഇന്ത്യക്കാരോട് മാത്രം കാണിക്കുന്നൊന്നുമല്ല കേട്ടോ, അവിടുത്തെ പൗരന്മാർക്കും. ഇപ്പോൾ എന്താ ഈ കാര്യം, ഹനാൻ എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ്, അവർക്ക് ജീവപര്യന്തം തടവ് കൊടുത്തു. കാരണം അവർ നേരിട്ട് കൊലപാതകത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, ഇവർക്ക് വേണ്ടി സഹായിച്ചതാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ശിക്ഷയുടെ കാര്യത്തിലൊന്നും ഒക്കെ എല്ലാവർക്കും അവർക്ക് ഇവർ ഇന്ത്യക്കാരിയാണ് എന്നൊന്നും നോക്കിയിട്ടല്ല, കൊലപാതകത്തിന് കൊലപാതകം. അതുകൊണ്ട് വധശിക്ഷ വേണമോ വേണ്ടയോ എന്ന ആലോചന ഒന്ന്. രണ്ടാമത്, അറേബ്യൻ സാഹചര്യം മനസ്സിലാക്കാതെ ഈ കുട്ടി ചെയ്തത് എന്തോ അതിക്രൂരമായ നടപടിയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളൊന്നും പുതിയതല്ല, ഇവിടെയും നടന്നിട്ടുണ്ട്. ഇതൊക്കെ ചാക്കിൻ്റെ കെട്ടിലും പ്ലാസ്റ്റിക് ബാഗിലും ഒക്കെ ആക്കിയിട്ട് സ്വന്തം ഭർത്താവിനെയും കാമുകനെയും ഒക്കെ വെട്ടി നുറുക്കിയ അനുഭവങ്ങൾ ഇവിടെയുണ്ട്. അത്രയേറെ സമ്മർദ്ദം ആ പ്രതി അനുഭവിച്ചിരിക്കണം. അതേ സാഹചര്യം, അതിനേക്കാളും ഭീകരമാണ് അവിടുത്തെ സാഹചര്യം. ഇത് മാത്രം പരിഗണിച്ചാൽ മതി. അവർക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, അവിടുന്ന് രക്ഷപ്പെട്ടു പോരാ. ക്രിമിനലാണ് ഇയാൾ എന്ന് പറയുന്നുണ്ട് ട്രാക്ക് റെക്കോർഡ്. ഇയാൾ ഇത് നിമിഷപ്രിയയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് 5 തവണ ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്താണ് കുറ്റകൃത്യം എന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ പലപ്പോഴും റേപ്പാണെന്ന് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവർ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇപ്പോൾ പല കേസും ഇപ്പോൾ കമാൽ പാഷ പറയുന്നത് ലീഗലി അവർ ഭാര്യയും ഭർത്താവും ആയിരുന്നു, അങ്ങനെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുപോലും എന്ത് ഗതികേടും ഉണ്ടായിരിക്കും ഒന്നാലോചിച്ചു. ഒരു അറബ് രാജ്യത്ത് ചെന്നിട്ട് സ്വന്തം ഭർത്താവും മോനും നാട്ടിലായിരിക്കുമ്പോൾ അവിടെ പെട്ടുപോയാൽ പിന്നെ എത്രയും വേഗം അവിടെ അഭിവൃദ്ധിപ്പെട്ട് കുറച്ച് പണമെങ്കിലും ഉണ്ടാക്കി രക്ഷപ്പെട്ട് പോരാൻ, മാത്രമല്ല ഇവിടെ നിന്ന് കൊണ്ടുപോയ കാശ് പോലും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടേതാണ് ബിസിനസ്, അവരുടേതാണ് ഈ ഹോസ്പിറ്റല്. ഇതൊക്കെയാണ് എൻ്റെ സാഹചര്യം. അവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ഒരാൾ ഇനിയിപ്പോൾ നിവൃത്തികേട് കൊണ്ട് അയാളുടെ ഭാര്യയായി അയാളുണ്ടാക്കിയ കൃത്രിമ രേഖ എങ്ങനെയാവട്ടെ, ആ രേഖപ്രകാരം അവിടെ ജീവിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ നമുക്കതിന് കുറ്റപ്പെടുത്താൻ കഴിയുക? നിവൃത്തികേട് കൊണ്ട് അങ്ങനെ അഭിനയിക്കേണ്ടി വന്ന എത്ര ഭാര്യമാരുണ്ടായിട്ടുണ്ട്, എത്ര കുട്ടികൾക്ക്. അവരെയൊക്കെ നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കാതെ, ഒരു കാര്യം തീർച്ചയല്ലേ, മനസ്സറിഞ്ഞ ഒരുത്തനെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഒരു കുഞ്ഞുള്ള ഒരമ്മ അതേ തീവ്രമായ മനസ്സോടെ ഒരു ആ ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത ഒരു അന്യനാട്ടുകാരനെ, അതും ഇത്ര ക്രിമിനൽ റെക്കോർഡുള്ള ഒരാളെ
ഇത്ര മോശമായി ചൂഷണം, സാമ്പത്തിക ചൂഷണം ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ മനസ്സറിഞ്ഞ് അവൾ ഭർത്താവായി സ്വീകരിച്ചു എന്ന് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവളുടെ ജീവൻ രക്ഷിച്ചെടുത്തിട്ട് ആണ്. അത് ഇന്ത്യക്കാരി ആയതുകൊണ്ടൊന്നുമല്ല. ഒരു നിസ്സഹായാവസ്ഥയിൽ അറബ് നാട്ടിൽ ചെന്നുപെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഇവരൊക്കെ തയ്യാറാവേണ്ടതാണ്. ഇവർക്ക് ആ പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ നിയമവിദഗ്ധരായിട്ടാണ് സംസാരിക്കുന്നത്. 2, അറബ് രാജ്യം എന്ന് പറയുന്നൊരവസ്ഥ അവർക്കൊരു ഒരു 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 വിനോദസഞ്ചാരം പോലെ കേട്ട വാർത്ത മാത്രമാണ്. അനുഭവിച്ചവർക്കേ അതറിയുള്ളൂ. ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്ത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ രാജ്യത്ത് അത് കുറച്ചു കാലമെങ്കിലും അനുഭവിച്ച ഒരാൾക്കത് മനസ്സിലാവും. തീർച്ചയായിട്ടും നിമിഷപ്രിയ ഈ സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചൂഷണങ്ങൾ വേറെയും നടന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഞാൻ കണ്ടത്, ഞെട്ടിക്കുന്നൊരു വാർത്ത, ഇവൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സേവനം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാമുവൽ ഭാസ്കരൻ ആണത്രേ $40,000 ഇവളുടെ കണക്കിൽ പറ്റിച്ചു പോയിരിക്കുന്നു എന്ന് ആ ആക്ഷൻ കൗൺസിലിലെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ പറയുന്നുണ്ട്. അയാൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ്. അയാൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. അയാളാണ് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ആ ഗ്രൂപ്പാണ് ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അവർ തന്നെയാണ് കാന്തപുരം ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടും എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അതേസമയത്ത് ഈ സാമുവൽ ജെറോം ഭാസ്കരൻ $40,000 ഇവരുടെ ആക്ഷൻ കൗൺസിലിൽ നിന്ന് വാങ്ങിച്ചെടുത്തു വാങ്ങിച്ചു കൊണ്ടുപോയി. $40,000 ഓർക്കേണ്ടതാണ്, ചെറിയ സംഖ്യയല്ല. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 86 രൂപയാണ് ഇന്നത്തെ. എത്ര കോടിയായിരിക്കും തട്ടിയിട്ടുണ്ടാവുക. ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയത് ശ്രീജിത്ത് പണിക്കരുടെയും കമാൽ പാഷയുടെയും സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് നമ്മൾ ഒരു ദേവതുല്യനായിട്ട് മനസ്സിൽ കണ്ടിരുന്ന സാമുവൽ ജെറോമിൻ്റെ തട്ടിപ്പാണ്. ആ തട്ടിപ്പ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പച്ചക്കത്ത് പറയാൻ സാധ്യതയില്ലല്ലോ. സാമുവൽ അത് നിഷേധിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ തട്ടിപ്പുകളുടെ ഒരു ഇരയായി നിമിഷപ്രിയ. എങ്ങനെയെങ്കിലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി മീഡിയക്ക് ചെയ്യാനുള്ളതും ഇപ്പോൾ തൽക്കാലം ഇതിനെയൊക്കെ വളരെ നിഷ്പക്ഷമായിട്ട് കാണുകയും ആ കുട്ടിയുടെ പക്ഷത്ത് നിന്ന്, ഇരയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ സാധിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം.